ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. LBSന്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ. ഇത് കുറേ പേര് ചോദിച്ചായിരുന്നു, എത്ര മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കേരളത്തിൽ കിട്ടും. കേരളം 2025 വെച്ചിട്ടുള്ള കണക്കാണ് നമ്മൾ ഇപ്രാവശ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 2026 ഇതുപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളുടെ +2 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഉണ്ടല്ലോ, അത് വെച്ച് ആദ്യം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. LBSൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് LBSൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 സബ്ജക്റ്റിനും ഓരോ സബ്ജക്റ്റിനും 50% കൂടുതൽ മാർക്ക് വേണം. നമുക്ക് ഓരോ സബ്ജക്റ്റിനും 50% മാർക്ക് ഉണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സബ്ജക്റ്റിന് ടോട്ടൽ മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്ക് അത് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 100ൽ 50 കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 ÷ 100 × 100 ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വർഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇതാണ് ഒരു കാൽക്കുലേഷൻ്റെ രീതി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് ഓഫ് മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് × 100 ഈ രീതിയിലാണ് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി കഴിഞ്ഞ വർഷം ഏതൊക്കെ കാറ്റഗറി ബേസ് ചെയ്തിട്ട് എത്രത്തോളം മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ കാറ്റഗറിക്ക് 267 മാർക്കുള്ള കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് സ്പോട്ട്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇതിൻ്റെ സമയത്തൊക്കെയാണ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ജനറൽ OBC കാറ്റഗറിക്കൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് റിസർവേഷൻ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ജനറലിൽ 200 കുട്ടികൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 200 പേർക്കും ഗവൺമെൻറ് സീറ്റ് കൊടുക്കാൻ മാത്രമുള്ള സീറ്റുകളില്ല. അപ്പോൾ ഇത് ഞാനൊരു അപ്രോക്സിമേറ്റ് രീതിയിൽ പറഞ്ഞതാണ്. കറക്റ്റ് 200 സീറ്റ് ഇല്ല എന്ന രീതി പറഞ്ഞതല്ല, ഇതൊരു അപ്രോക്സിമേറ്റ് രീതി പറഞ്ഞതാണ്. അത്രത്തോളം സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത്രത്തോളം സീറ്റുകളില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങോട്ടൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഈഴവയ്ക്ക് 265 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ലാസ്റ്റ് മുസ്ലിംസിന് 263 മാർക്ക്. ഓക്കെ, ഇവിടെ സീറ്റ് അവൈലബിലിറ്റി കുറയുമ്പോൾ പുറത്ത് സംസ്ഥാനത്ത് കുട്ടികൾ നോർമലി പോയി പഠിക്കാറുണ്ട്. അവിടെയും നല്ല യൂണിവേഴ്സിറ്റിയും നല്ല കോളേജസും ഒക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ നമുക്കിത് PNC, MAK, AMCS, FNCK, CPAS, SPMA എന്നീ അസോസിയേഷൻ വഴിയും BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അത് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഈ അസോസിയേഷനും LBSും തമ്മിൽ ട്യൂഷൻ ഫീസിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് LBSലെ സെൻറ്റ് ഫിനാൻസി കോളേജസും PNC, MAKയിലെ മാനേജ്മെൻറ്റ് കോളേജസും തമ്മിൽ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമല്ല. 1% മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ഫീസിൻ്റെ കാര്യത്തിൽ. പിന്നെ LBSലാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും കിട്ടാൻ എളുപ്പമായിരിക്കും, പക്ഷേ PNC, MAKയിൽ കുറച്ച് പാടായിരിക്കും കേട്ടോ. പിന്നെ PNC, MAK അസോസിയേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ LBSൽ റിസർവേഷൻ ബേസ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി അനുസരിച്ച്. പക്ഷേ അങ്ങനെ ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നും PNC, MAKയിലില്ല. PNC, MAKയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ഇടുന്നത്. എന്നാൽ LBSൽ അങ്ങനെയല്ല റാങ്ക് ഇടുന്നത്, കാറ്റഗറി കൂടി നോക്കും. അതായത് റിസർവേഷൻ കാറ്റഗറി ആയിട്ടുള്ള EWS, SC, ST ഈ കാറ്റഗറിക്കൊക്കെ കുറച്ചുകൂടെ മാർക്ക് കുറവുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത്, അവർക്ക് ഒരു കോളേജിൽ 5 or 3 സീറ്റുകൾ ST, SC കാർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ കിട്ടാനുള്ള ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് LBSൽ കിട്ടില്ല എന്നൊരു രീതിയാണ് എന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ LBSൽ വെയിറ്റ് ചെയ്യരുത്, പുറത്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്ത് നിങ്ങൾ ആദ്യമേ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ കിട്ടും. പക്ഷേ LBS എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കേരളത്തിൽ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് കർണാടക, തമിഴ്നാട് നോക്കുമ്പോൾ അവിടെ സീറ്റ് ഫില്ലായിരിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നല്ല രീതിയിൽ എമൗണ്ട് കൊടുത്ത് അഡ്മിഷൻ സീറ്റ് എടുക്കേണ്ടതായിട്ടും വരും. അതുപോലെ പുറത്ത് നല്ല യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി അഫിലിയേഷനൊക്കെ നോക്കി സെലക്ട് ചെയ്ത് മനസ്സിലാക്കി മാത്രം
കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ. ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുക്കാവൂ. ഒരു 70% താഴെ മാർക്കുള്ളവരൊന്നും LBS അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മാത്രമുള്ള സീറ്റൊന്നും നമ്മുടെ കേരളത്തിലുള്ള കോളേജസിൽ ഇല്ല. അതുപോലെ ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടി കൂടി പാസ്സാവുന്നുണ്ട്, അത് മനസ്സിലാക്കുക കേട്ടോ. ഓൾറെഡി എക്സാം എഴുതിയ കുട്ടികൾക്ക് അറിയായിരിക്കുമല്ലോ നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടുമെന്നുള്ളത്. അത് ബേസ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.